ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനോജ, നീ എപ്പോ വന്നടാ? ഞങ്ങള് ഇപ്പൊ എത്തിയുള്ളൂ ഏട്ടാ. വരുന്ന വഴിക്ക് വസന്തേച്ചിയും കൂട്ടി. ചന്ദ്രു, എന്നാ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയാലോ? ബർത്ത്ഡേ ആയിട്ട് അമ്മയും കുട്ടി അച്ഛനെങ്ങോട്ടാ? ഭാഗവത സപ്താഹത്തിന്. അച്ഛന്റെ പിറന്നാളായിട്ട് ഇന്ന് ഏത് പായസ വെക്കേണ്ടത്? അത് അച്ഛന് ആഘോഷത്തിനൊക്കെ സമ്മതിക്കുമെന്ന് അറിയില്ല മോളെ. ഏതായാലും ചായ ഇങ്ങെടുക്ക്, ഞാനത് കൊടുത്തിട്ട് പറഞ്ഞു നോക്കാം. എന്നിട്ട് മതി ഒരുക്കങ്ങളൊക്കെ. മാധവേട്ട, വന്ദന ചോദിച്ചു അച്ഛന്റെ പിറന്നാളിന് ഏത് വയസ്സാ വെക്കേണ്ടതെന്ന്. ഞാനെന്തു പറയണം? അവരോടല്ല, ഞാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ, മാധവൻ ഈ വർഷം പിറന്നാൾ ആഘോഷം ഇല്ലാന്ന്. 10 മാസം ചുവന്ന് പ്രസവിച്ച ഒരമ്മ ഉരിയടാനാകാതെ അകത്ത് കിടക്കുന്നു. എന്റെ രക്തത്തിൽ പിറന്ന ഇളയ മകളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ ചെയ്യേണ്ട അന്ത്യകർമ്മങ്ങൾ ബാക്കി കിടക്കുന്നു. തെയ്യക്കോലങ്ങളെ പോലെ ഉറഞ്ഞാടി പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന മക്കളും മരുമക്കളും. ഇതിനിടയിൽ മാധവന് പിറന്നാൾ ആഘോഷമൊന്നുമില്ല. ചന്ദ്രു, എന്നോടൊപ്പം ഇറങ്ങ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ അവിടെ കിട്ടും. സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോ മനസ്സിനൽപ്പം സമാധാനം കിട്ടുമെങ്കിൽ അത്രയെങ്കിലും ആകുമല്ലോ. ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്തത്. കൊള്ളാം, ഞങ്ങളിവിടെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള സദ്യ ഒരുക്കം തുടങ്ങി. എന്തിനാ മോളെ, ഞാൻ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞതാണല്ലോ. പറഞ്ഞാൽ കേട്ട് ശീലമില്ലാതായോ വന്ദനമോൾക്കും?
അച്ഛാ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. അച്ഛാ ഹാപ്പി ബർത്ത്ഡേ. അമ്മേ അച്ഛാ ഹാപ്പി ബർത്ത്ഡേ. ആ ഏട്ടാ, മനോജ നീ എപ്പോ വന്നടാ? ഞങ്ങള് ഇപ്പൊ എത്തിയുള്ളൂ ഏട്ടാ. വരുന്ന വഴിക്ക് വസന്തേച്ചിയും കൂട്ടി. ചന്ദ്രു, എന്നാ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയാലോ? ബർത്ത്ഡേ ആയിട്ട് അമ്മയും കുട്ടി അച്ഛനെതെങ്ങോട്ടാ? ഭാഗവത സപ്താഹത്തിന്. എന്താ, നിങ്ങളും വരുന്നുണ്ടോ? അച്ഛാ, ഇന്ന് അച്ഛൻ്റെ പിറന്നാളാ. അത് ഞങ്ങൾ മക്കൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് ഞങ്ങളുടെ അവകാശമാണ്. എനിക്കതിന് താല്പര്യമില്ല. എനിക്കില്ലാത്ത പിറന്നാൾ ആഘോഷം ഇവിടെ ആർക്കും വേണ്ട. അച്ഛാ, ഞങ്ങളെല്ലാവരും പല പല കാര്യങ്ങളും മാറ്റിവെച്ചാ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ ഒരു മാന്യതയെങ്കിലും അച്ഛൻ കാണിക്കണം. അച്ഛനോട് സ്നേഹമുള്ള ഒരു മകൻ വന്നിരിക്കുന്നു, ഒരു സൽപുത്രൻ. അച്ഛാ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ വേദനിപ്പിക്കരുത്. വേദന? നീ എനിക്ക് തന്ന വേദനയുടെ 10,000-ത്തിലൊരു അംശം വരില്ല ഇതൊന്നും. ഞങ്ങളെ ആരും സ്വർണ്ണം ഏൽപ്പിച്ചിട്ടില്ല. നീ ഞങ്ങളൊരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. നിർത്തടി എച്ചിലുതീനി. ഞങ്ങൾ എച്ചിലുതീനികൾ തന്നെയാ. പക്ഷേ കോടീശ്വരിയായ ഹരിതയെ പോലെ അമ്മയമ്മയുടെ പിച്ചച്ചേട്ടിൽ കൈയിട്ട് വരുന്നവരല്ല.